ഈ ആഴ്ചത്തെ ജയിൽ നോമിനേഷനാണ്. ജയിൽ നോമിനേഷൻ ചെയ്തതിൽ എല്ലാവരും കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തൊരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചാണ് ജയിലിലേക്ക് മത്സരാർത്ഥികളെ നോമിനേറ്റ് ചെയ്തത് എന്നാണ് എനിക്ക് ജയിൽ നോമിനേഷൻ കാണുമ്പോൾ മനസ്സിലാകുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് സാബുമാൻ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. സാബുമാൻ പറഞ്ഞത്, ഒരു സീക്രട്ട് ടാസ്ക് തന്നിട്ട് അത് പൊട്ടിച്ച് കയ്യിൽ തന്ന നിങ്ങളെ എന്ത് വിശ്വസിച്ചാണ് ഇനി ഒരു സീക്രട്ട് ടാസ്ക് ഏൽപ്പിക്കുക, അതുകൊണ്ട് നിങ്ങൾ ജയിലിലേക്ക് പോകും എന്ന് സാബുമാൻ അത് കൃത്യമായിട്ട് പറഞ്ഞു. വേറൊരു വ്യക്തി വൈരാഗ്യമൊന്നുമില്ലാതെ ഈ ആഴ്ചത്തെ ഒരു ടാസ്ക് പരമായിട്ട് മാത്രമാണ് സാബുമാൻ പറഞ്ഞത്. പക്ഷേ ഷാനവാസൊക്കെ പറയുന്നത്, ഷാനവാസ് ഒന്നുകിൽ അനീഷിനെ പറയും അല്ലെങ്കിൽ അക്ബറിനെ പറയും എന്ന ഉറപ്പായിരുന്നു. ഇത്തവണ ഒന്ന് പറഞ്ഞത് അനീഷാണ്. അതാണ് പ്രമോയിൽ വന്നത്. അനീഷിനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ ഷാനവാസ് പറഞ്ഞ കാര്യം, എൻ്റെ മിത്രമെന്ന് പറഞ്ഞ് വയ്യെ കൂടി എൻ്റെ മുഖത്തങ്ങ് ഒട്ടിക്കാം, എന്നെ അങ്ങ് വായ അടപ്പിക്കാം, കഴുത്ത് കയറി നിരങ്ങാമെന്നുള്ളൊരു വിചാരം അനീഷ് അങ്ങ് മാറ്റി വെക്കണമെന്ന്. ഇതേ ഷാനവാസിന് കഴിഞ്ഞൊരു ദിവസം ആര്യനുമായിട്ടുള്ളൊരു വലിയ വഴക്കിലേക്ക്, ഒരു ഫിസിക്കൽ അസാൾട്ട് കയ്യാങ്കളിയിലേക്ക് പോകുമ്പോൾ അതിന് നടുക്ക് കയറി വന്ന് ഷാനവാസിനെ മെല്ലനെ പിടിച്ച് മാറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്ന അനീഷിനെ കണ്ടിട്ടുണ്ട്. ഒരു മിത്രമായത് കൊണ്ടാണ് അനീഷ് അത് ചെയ്തത്. അത് ഷാനവാസ് മനസ്സിലാക്കിയിട്ടില്ല. ഇന്ന് ഷാനവാസ് അനീഷ് നോമിനേറ്റ് ചെയ്യുമ്പോൾ അനീഷ് മറുപടി പറയുമ്പോണ്ട് ആദ്യമൊക്കെ ചാടിക്കേറി ഇടപെട്ട് അനീഷിനെ വായടപ്പിച്ച് അവിടെ ഇരുത്തുന്നുണ്ട്. അതായത് പെങ്ങളുട്ടി കാർഡ് ഏൽക്കുന്നു എന്ന് പറയുന്നതാണ് കറക്റ്റായത്. ഇതാണ് ജയിൽ നോമിനേഷനിൽ ഇപ്പോൾ കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഈ ഒരു നോമിനേഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക.